ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നോർമൽ സ്കിൻ ടോണിന് പറ്റുന്ന പ്രോഡക്റ്റ്സ് പറയാനായിട്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്നത് മുഴുവൻ നോർമൽ സ്കിൻ ടോണിന് പറ്റുന്നത് തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ നോർമൽ സ്കിന്നാണ് കേട്ടോ. എന്താ പറയുക, അങ്ങനെ അധികം ഡ്രൈ ആവില്ല, അധികം ഓയിലി ആവാത്ത ഒരു തരത്തിലുള്ള നോർമൽ സ്കിന്നാണ്. ഇതാണ് എൻ്റെ എക്സാക്റ്റ് സ്കിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ, അതായത് ഈ വെയിൽ കൊണ്ടിട്ട് വന്നിട്ടുള്ള ടാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അതൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നു. ഇവിടെ ഈ ഭാഗത്തൊരു കറുപ്പ് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഏകദേശമൊക്കെ അത് കുറഞ്ഞ് വരുന്നുണ്ട് ഞാനങ്ങനെ ഓരോ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ അതിന് പറ്റുന്ന കുറച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ എന്താ പറയുക ലിപ്സ്റ്റിക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ വീഡിയോയിൽ, അല്ലെങ്കിൽ കാണാനൊരു ചോപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പം ഞാൻ ടോണറായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക റിങ്കിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് ചുറ്റൊക്കെ ഉണ്ടാകുന്നത് പോകാനായിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ റോസ് വാട്ടർ. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കയ്യിൽ കുറച്ചെടുക്കും. കയ്യിൽ കുറച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒപ്പി കൊടുക്കുകയാണ് കേട്ടോ പതിവ്. പിന്നെ ഞാൻ രാത്രി കണ്ണിൻ്റെ ചുറ്റും പുരട്ടിയിട്ടാണ് കിടക്കുക. ഇന്നലെ നല്ല പോലെ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നോക്കി താഴെ ഒന്നും ഒരു കറുപ്പ് പോലും ഇല്ല. അപ്പം ഞാൻ നല്ല പോലെ വാഷ് ചെയ്തിട്ട് ഈ ഒരു സംഭവം പുരട്ടിയിട്ടാണ് ഞാൻ കിടക്കുക. പിന്നെ എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഉറക്കമൊന്നുമില്ല അധികം. കാരണം മോൻ കുഞ്ഞിയാണ്, അപ്പം അവൻ എപ്പോഴും പാല് കുടിച്ച് കിടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവന് ഉറക്കമൊന്നുമില്ല. പക്ഷെ റിങ്കിൾസ് ഒന്നുമില്ല. അത് ഈ ഒരു ടോണറിൻ്റെ ഇത് ടോണറായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് കണ്ണിന് ചുറ്റും ഞാൻ പുരട്ടി കിടക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു സെറാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഇത് നോർമൽ ടു മീഡിയം സ്കിന്നിനും ചേരുന്ന ഒരു ടോണറാണ്. ടോണറിലല്ല, സെറാണ് കേട്ടോ. സെറാണ് നല്ലൊരു ഇങ്ങനത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കാലം ഉണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ അത്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുഡ് വൈബ്സിൻ്റെ ആയാലും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് പൈസയുണ്ട് കേട്ടോ. അല്ല, ഇത് കുറച്ച് പൈസ കുറവ് തന്നെയാണ്, 160 മറ്റോ ഉള്ളൂ കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പൈസ കൊണ്ടും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കൊണ്ടൊക്കെ നമുക്ക് പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഈ സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു വെനീസിയൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും നമുക്ക് പറ്റുന്നൊരു സാധനം ഈ വെനീസിയൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. അത്രത്തോളം അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട്. വെനീസിയൻ്റെ കഴിയാറായി. എനിക്ക് ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് എടുത്തതാണ്. പർപ്പിളിൽ നിന്നല്ലല്ലോ, സ്മിറ്റണിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇന്ന് മുഴുവൻ വെള്ളിയാണ് ഗൈസ്. അപ്പോൾ സ്മിറ്റണിൽ നിന്ന് വാങ്ങിച്ചതാണ്. കഴിയാറായി. ഞാൻ പോൺസിൻ്റെയും ഇതുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കും. കാരണം നമുക്ക് ലാസ്റ്റ് ചെയ്യും ഈ ഒരു സാധനം. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല കവറേജ് നമുക്ക് തരും കേട്ടോ. പിന്നെ നമ്മൾ ചെവിയിലും കഴുത്തിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ മോയ്സ്ചറൈസർ ചെയ്യുമ്പോൾ. അത് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യാതിരുന്നത് മൈക്കൂരി പോലോ എന്ന് കരുതിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ കരുതി. അപ്പോൾ അതും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലോട്ടസിൻ്റെ ഞാനിപ്പോൾ പ്രിഫർ ചെയ്യില്ല. ഇപ്പം എനിക്കും അതുപോലെ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ലോട്ടസിൻ്റെ എന്താ പറയുക കുറച്ച് ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിയർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സൺസ്ക്രീനിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലനും നല്ലത് തന്നെയാണ്. ഈ ഒരു ബോട്ടിലുള്ളതും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോർമൽ ടു മീഡിയം സ്കിന്നിന് ഇത് അടിപൊളിയാണ്. ഇത് കുറച്ച് മതിയാവും. പിന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്യാൻ മറക്കരുത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ റീഅപ്ലൈ ചെയ്യണം കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെവിയിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം ആ ഭാഗത്തൊക്കെ വെയിൽ നല്ല പോലെ കൊള്ളുന്നതാണ്. പിന്നെ കയ്യിലേക്ക് നമുക്ക് സൺസ്ക്രീൻ ലോഷൻ കിട്ടും, ബോഡി ലോഷൻ. അത് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അത് നല്ലതാണ്. പിന്നെ സൺസ്ക്രീൻ സ്പ്രേ കിട്ടും, അതായാലും അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് റീഅപ്ലൈ ചെയ്യാനാണെങ്കിൽ അതാണ് കൂടുതൽ എളുപ്പം. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. മറ്റേതിനൊക്കെ
ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല, അതിന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതായത് സൺസ്ക്രീനും ഞാൻ ഇട്ടു കേട്ടോ. ഓക്കെ, ആ സ്കിന്നിൽ വന്നൊരു മാറ്റം കണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു ഹിമാലയയുടെ സ്ട്രോബെറി ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ലിപ് ബാമാണ് യൂസ് ചെയ്യാറ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. 49 രൂപയേ ഉള്ളൂ. ഏറ്റവും ഫേവറേറ്റ്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ട കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്ന ഒരു നോർമൽ ടു മീഡിയം സ്കിന്നിന് പറ്റുന്ന, എൻ്റെ സ്കിൻ ടോണുള്ളവർക്ക് പറ്റുന്ന, സ്കിൻ ടോണല്ല എൻ്റെ സ്കിൻ അതുതന്നെയുള്ളവർക്ക് പറ്റുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.